അമ്മേ ആ വരണു. ഇന്നെങ്കിലും അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി തരുവാ. അത് കൊടുത്താ ഫീസ് കൊടുക്കണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്. എടാ ശരിയാക്കി തരാടാ. എനിക്കത് കിട്ടില്ലേ ഞാൻ നാളെ സ്കൂളിൽ പോവില്ലട്ടാ. എടാ നിന്നോട് ശരിയാക്കി തരാന്ന് ഞാൻ പറഞ്ഞ. നിനക്ക് സ്കൂളിൽ പോകാൻ മടിയാണെങ്കിൽ നീ അത് പറയടാ. പിന്നെ എനിക്ക് സ്കൂളിൽ പോകാൻ മടിയൊന്നുമില്ല. മടിയൊന്നുമില്ല, അതാ ഇവിടെ കഥയും പറഞ്ഞോണ്ടിരിക്കണം. സ്കൂളിൽ പോടാ. നാളെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് നാളെ പൈസ വേണം. എടാ ഇത് നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. പോടാ. മാറ് വണ്ടി മുമ്പിന്ന് മാറ്. എടി മോളെ, നീ ആ കൊച്ചിനെ മുതിർത്ത് എന്തിനാണ് ഈ കുതിര കയറുന്നത്? നിനക്ക് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയാക്കി കൊടുത്തൂടെ? അച്ഛനെന്തോ ഒന്നും അറിയാത്തപോലെ ഇങ്ങനെ വർത്താനം പറയണത്. അതെന്താണ്? എത്ര കാലം ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ അതിന് വേണ്ടിട്ട് കയറി ഇറങ്ങി നടക്കണ്. ഓരോ തവണ അവിടെ ചെല്ലുമ്പോഴും അവര് ഓരോ കാര്യം പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് തിരിച്ചയക്കും. അവരുടെ മട്ടുമ്പാവൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതാണ്ട് എന്റെ ഭർത്താവ് മരിച്ചെന്ന് കള്ളം പറയണ പോലെയാണ്. അപ്പൊ മരണ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടാണോ? അച്ഛാ, ഇവിടുന്ന് ആശുപത്രി കൊണ്ടുപോകുമ്പോ ഓട്ടോയിൽ വെച്ചല്ലേ അങ്ങേര് മരിച്ചത്. ആശുപത്രി വെച്ചായിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവൂലായിരുന്നു. എന്ന മോളൊരു കാര്യം ചെയ്, എത്രയും പെട്ടെന്ന് മോള് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്ന് പോയി കാണാൻ നോക്ക്. പഞ്ചായത്ത് ഇലക്ഷനാണ് വരുന്നത്. ഇപ്പൊ പിടിച്ചാൽ നമ്മുടെ കാര്യം സാധിക്കും. ഇത്രയും നാളായിട്ട് നടക്കാത്ത കാര്യം ഇപ്പൊ നടക്കുന്നാണ് അച്ഛൻ പറയണത്. ഏതായാലും എന്റെ പൊന്നുമോളൊന്ന് പോയി നോക്ക്. നീ അച്ഛൻ പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് വേണ്ട, ഞാൻ പോയി നോക്കാം. എന്റെ സുഗത മെമ്പർക്ക് മാത്രം ചിരി വരാത്ത? എങ്ങനെ പ്രസിഡന്റ് ചിരിക്കുക? 4 പ്രാവശ്യം അടുപ്പിച്ച് ജയിച്ച വാർഡാണ് എന്റെ. ഈ പ്രാവശ്യം എനിക്ക് അവിടെ മത്സരിക്കാൻ പറ്റുമോ? അത് സംവരണ വാർഡായില്ലേ? അല്ല, അതിപ്പോ വനിതകളുടെ വാർഡാണെങ്കിൽ മൂപ്പരെ ഭാര്യനെ നിർത്തനി പറ്റില്ല. ഇനിയിപ്പൊ എന്റെ വാർഡിനെ വേണമെന്നില്ല. ഈ പഞ്ചായത്തിലെ ഏത് വാർഡിൽ നിന്നാലും ജനങ്ങളെ എനിക്കേ കുത്തു. അത് കഴിഞ്ഞ ആഴ്ചയും കൊണ്ട് എന്ത് കുത്തേ? അല്ല, അതിപ്പോ ചില ജനങ്ങൾ എങ്ങനെയാണ് സ്നേഹപ്രകടനം നടത്തുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അതിപ്പോ സുഗത മെമ്പർ പറഞ്ഞാൽ കാര്യമായിട്ട് മെമ്പറേ. അതായത് ഇപ്പൊ നമ്മളെ പഞ്ചായത്തിലല്ല, വേറെ ഏത് പഞ്ചായത്തിലായാലും മെമ്പർമാർ മനസ്സുകൊണ്ട് തെറി പറയാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. പ്രസിഡന്റ് അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം 5 വർഷം ഞാൻ എന്റെ വാർഡിൽ ഭരിച്ചിട്ട് ഇന്നേ വരെ ഒരാളും ഒരു അനാശാസ്യവും എന്നോട് പറഞ്ഞിട്ടില്ല. കാഞ്ചന മെമ്പറെ, അനാശാസ്യല്ല, അനാവശ്യം. എന്തായാലും അതെന്നോട് പറഞ്ഞിട്ടില്ല. ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് സംഭവിച്ചാലും 2ാം വാർഡിലെ എല്ലാ ജനങ്ങളും എന്റെ കൂടെ ഉണ്ടാവും. പിന്നെ പ്രസിഡന്റെ നമ്മുടെ പഞ്ചായത്തിന്റെ മുമ്പിൽ സത്യാഗ്രഹിക്കുന്നില്ലേ ഉണ്ണി? മെമ്പറുടെ വാർഡിലല്ലേ? ഈശോ, ആ ചെറുക്കനൊരു തലവേദനയുണ്ട് പ്രസിഡന്റ്. ഞാൻ ചോദിക്കട്ടെ മെമ്പർ, എന്തിന്റെ സൂക്കടാണോ ഓന്? ഈ 5 കൊല്ലൊക്കെ സത്യാഗ്രഹം ചെയ്യാന്ന് പറഞ്ഞ ഓന് വേറെ ഒരു പണിയില്ലേറ്റില്ല. ആരെങ്കിലും കിടക്കും 5 കൊല്ലം? അയ്യോ പ്രസിഡന്റ്, അങ്ങനെ പറയല്ലേ. അവനും കുട്ടികൾക്കും കേറി കിടക്കാൻ ഒരു കിടപ്പാടുമില്ലാഞ്ഞിട്ടല്ലേ പ്രസിഡന്റ് ആ കാട്ടാത്ത് കടവിൽ കിടക്കണ 2 സെന്റ് അവന് പതിച്ചു കൊടുത്തൂടെ? അല്ല, അങ്ങനെ നമുക്ക് കൂട്ടായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോളാം. അല്ല, ഇനിയിപ്പൊ അതിന്റെ ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ കാര്യാക്കണ്ട. ഈ ഒരു സമയത്ത് അത് ചെയ്യുന്നതല്ല. കിട്ടായികയൊന്നും ഇല്ലെന്നേ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താലേ അത് ചെയ്തോളുണ്ട്. എന്നാ പിന്നെ നമുക്ക് ചെയ്താളാം. നമുക്ക് അതിന് ഐശ്വര്യമായിട്ട് ഇപ്പൊ വരുന്നത് കേരളപ്പിറവി ദിനാണല്ലോ. കേരളപ്പിറവി ദിനത്തിൽ നമ്മൾ ആ തീരുമാനം എടുത്തത്. അപ്പൊ ഒരു തലവേനായിട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. അല്ല, വേറൊരു തലവേനയാണല്ലോ വരുന്നത്. മണ്ടോതിരി വരി. എന്തൊക്കെയാണ് വിശേഷം? പ്രസിഡന്റ്, എന്റെ ഭർത്താവിന്റെ 5ാമത്തെ ആണ്ടാണ് ഈ മാസം. ആണോ? അല്ല, അപ്പൊ ഇമാസം നമുക്ക് എന്താ ഒഴിവുണ്ടാവും എല്ലാവർക്കും? പരിപാടിയില്ല. അത് ഇവിടെ പഞ്ചായത്തിൽ ആർക്കും മെമ്പർമാർക്ക് ആർക്കും ഒഴിവുണ്ടാവില്ല. ആണ്ടിന് എന്തായാലും വരാൻ പറ്റൂല. ഞാൻ നിങ്ങളെ ആരെയും ആണ്ടിന് ക്ഷണിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. പ്രസിഡന്റിന് അറിയാലോ എത്ര കാലമായി ഞാൻ കേറി ഇറങ്ങി നടക്കണു. അതിനെന്തിനാ മണ്ടോതിരി നടക്കണത്? ഒരു സ്കൂട്ടർ മേടിച്ചൂടെ? കുടുംബശ്രീന്ന് ലോണൊക്കെ കൊടുക്കണ്ടല്ലോ. മണ്ടോതിരി പറ. എന്റെ ഭർത്താവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും ചോദിച്ചോണ്ട് എത്ര നാളായി ഞാൻ നിങ്ങളുടെ പിന്നാലെ നടക്കണു. അല്ല, അതിപ്പോ എന്താന്നറിയോ, അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മണ്ടോതിരി, അതൊന്ന് മനസ്സിലാക്കണം നിങ്ങള്. എന്ത് പ്രശ്നമാണ് പ്രസിഡന്റ്? എന്റെ കൊച്ചിപ്പോ ഹൈസ്കൂളിലായി. ഈ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ കൊണ്ടു കൊടുത്താ അവന് ഫീസ് അളവ് കിട്ടും. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നടക്കണത്. പ്രസിഡന്റിന്റെ വാർഡിലല്ലേ ഈ കൊച്ച്, അന്ന് ശരിയാക്കി കൊടുക്കാൻ വേണ്ടിട്ടല്ലോ. അതെന്ത് പറഞ്ഞാലും പ്രസിഡന്റിന്റെ ഭാഗത്ത് വലിയൊരു വീഴ്ചയാണ് പറ്റിയത്. ആ കുട്ടീനായിട്ട് നേരിട്ട് സെക്രട്ടറി കണ്ട് ചെന്ന് കാര്യം പറഞ്ഞ് ശരിയാക്കാവുന്നല്ലോ. സെക്രട്ടറിനേറ്റ് കണ്ടിട്ട് പല തവണ ഞങ്ങൾ ചർച്ച ചെയ്താണ്. അതിന്റെ ഉൾവശം നിങ്ങൾക്ക് അറിയാറ്റാണ്. അല്ല, അതെന്തായാലും റിസ്ക് എടുത്ത് ചെയ്തു കൊടുക്കണത്. ചെയ്തു കൊടുക്കും. ഇതിപ്പം കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ കേൾക്കണതാണല്ലോ. അല്ല, ഇത് ഉറപ്പാ. ഇത് കാലം പോയത് അറിയുന്നില്ല. 5 വർഷം എത്ര പെട്ടെന്നാണ് പോയത്. അത് നിങ്ങളറിയില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, നിങ്ങൾ ഭസ്മിക്കല്ലേ
ഇതെന്തായാലും നമ്മളെ ഈ ഒരു മാസം കൂടി ഉള്ളൂ ഞങ്ങളെ ഈ ഭരണം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ തീരുമാനം അത് തീരുമാനം എടുക്കും. അല്ലേ? അപ്പൊ പഞ്ചായത്തിൽ പോയി കേട്ടോ. ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ചാണ് പ്രസിഡന്റ് എനിക്ക് ഉറപ്പ് തന്നത്. ആണ്. ഇനി ഇതിന് വല്ല മാറ്റം ഉണ്ടായ ഇല്ല ഉണ്ടാവില്ല. അത് ചെയ്യിക്കാം. പ്രസിഡന്റ് എന്ന നിലക്ക് ഈ കഴിഞ്ഞ കാലയളവിൽ എന്നെ കൊണ്ടാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരിക്കണ്. അത്ര നല്ലൊരു പേരും സമ്പാദിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങൾക്ക് പറയാനുള്ള പറയാം. അത് മേഡത്തിനിട്ട് താങ്ങിയതാട്ടാ. പ്രസിഡന്റ് അങ്ങനെ എന്നെ നോക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ പഞ്ചായത്തിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്ത ഓരോന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാലേ ഈ പഞ്ചായത്ത് മുഴുവൻ നാറും. അതെ, കാഞ്ചന മെമ്പർ ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ നാറിന്റെ കാര്യമൊന്നും ഈ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല കേട്ടോ. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു തറവാട്ടിൽ നിന്നല്ല ഞാൻ ഇതിനിട്ട് ഇറങ്ങി തിരിച്ചേ. അപ്പൊ ഞങ്ങളുടെ തറവാട് മോശം. അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ എന്റെ ഉപ്പ മീൻ കച്ചവടക്കാരനെയാണ്, അങ്ങനെ വിട്ടാലേ. പക്ഷെ ഉപ്പാന്റെ ഉപ്പ ഉണ്ടല്ലോ, ഉപ്പാന്റെ ഉപ്പ ബേപ്പൂരിൽ തടി വ്യവസായി മൂപ്പർക്ക്. ഇനി ആ ഉപ്പന്റെ ഒരു ഉപ്പുപ്പുണ്ട്. ആ ഉപ്പുപ്പ ഹജൂർ കച്ചേരിയിൽ സിബായി. ഹജൂർ കച്ചേരി സിബായി, ഈ സിബായി ലകളാന്ന് കേട്ടില്ലേ, പഠിച്ചില്ലേ? സിബായി ലകൾ ഉണ്ടാവാൻ കാരണക്കാരൻ നമ്മൾ ഉപ്പുപ്പയാണ്. വാക്കുള്ളടത്ത് ഉണ്ടാവോന്നൊക്കെ ഉണ്ടായില്ലേ. ആ ശിപ്പായി ലഹള അത് ഉപ്പാന്റെ ഉപ്പ അല്ലേ? അതൊക്കെ മനസ്സിലെഴുതിട്ടോ. പിന്നെ അത് എഴുതണ്ടേ? അതൊന്നും എഴുതണ്ടോ? ഞാൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞല്ലേ. അങ്ങനെ പറയാൻ പറ്റില്ല, എനിക്ക് എന്റെ ജോലിയുണ്ട്. പിന്നെ ഉണ്ണിയുടെ കാര്യം, ഉണ്ണീനൊന്ന് വിളിച്ചു. ഉണ്ണീനൊന്ന് വിളിക്ക് ജേസെ, ഉണ്ണീനെ വിളിക്ക്. പന്തല് വിളിക്കാൻ പറഞ്ഞ പന്തൽ വിളിക്കാം. ഭയങ്കര പഞ്ചായത്ത് ഓഫീസിന്റെ വീട്ടിൽ മരിച്ച പന്തല് പോലെ ഓനെ പോയി വിളിച്ചോട്. പോയിരിക്കും. ഉണ്ണിക്ക് 2-3 നമ്പർ ഉണ്ട്. ഉണ്ണി വിളിച്ചപ്പോ വരും, ഞാൻ വിളിക്കാം. സത്യാഗ്രഹം നടത്തണോ? സെറ്റപ്പ് ആണോ? അല്ല എങ്കിലും ഈ ഉണ്ണി പോന്നെന്നൊക്കെ പറയുമ്പോ ഒരു വിഷമമുണ്ട്. എന്തിനു ഈ 5 വർഷം കൊണ്ട് അവിടെ നമ്മുടെ ഒരു വീട്ടുകാരനെ പോലെ അവിടെ കടന്നത്. വിഷമം കാര്യമില്ല. 5 കൊല്ലമായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സമരപ്പന്തലും വെച്ച് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ട് നിൽക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് കരുതില്ലേ? നിങ്ങളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരും ഇല്ലാത്തപ്പോ പല കാര്യങ്ങളും ഉണ്ണി ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ണി ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ ഓഫീസിൽ ഇല്ലാത്തപ്പോഴോ? ആ പിന്നെ മാത്രമല്ല എനിക്ക് വലിയൊരു ഉപകാരിയാണ്. ഉണ്ണിക്ക് ഗ്യാസ് കണക്ഷൻ ഒക്കെ ഉണ്ടേ. അപ്പൊ ഇടയ്ക്ക് എന്റെ വീട്ടിൽ ഗ്യാസ് ചെയ്യുന്ന ഉണ്ണിയിരുന്നില്ല ഞാൻ എടുത്തു. നമുക്കിവിടെ മത്സരിപ്പിച്ചാലേ തവണ ഉണ്ണിയല്ലേ വരുന്നേ? അല്ല ഉണ്ണിയെ ഇവിടുന്ന് വരുന്നേ? ഞാൻ കുളിക്കാൻ പോയി. അതിപ്പം കുളിയൊക്കെ പെടുന്ന? ആ കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് പോയി ഇവിടെ നല്ല കുളിക്കണേ. എന്നാലേ കുളിയൊക്കെ എന്നത്തോളം അവസാനിപ്പിച്ചാള്, അന്റെ സത്യാഗ്രഹം അവസാനിപ്പിച്ചാള്. എന്തേ എടോ, സമരം വിജയിച്ചു. എന്റെ ഉണ്ണി, ഞാൻ ഇതിനകത്ത് ശക്തമായിട്ട് ഇടപെട്ടിട്ടാണ് നിനക്കിപ്പോ ഈ സ്ഥലം കിട്ടാൻ പോകുന്നത്. നീ സന്തോഷിക്കുണ്ണി. ഉണ്ണിയെ ഇപ്പൊ 2.5 സെന്റ് ഭൂമിക്ക് വേണ്ടിയല്ലേ എന്റെ സത്യാഗ്രഹം? അത് എനിക്ക് സ്ഥലം എടീനോ? നമ്മുടെ കാട്ടാത്ത് കടവിലെ 2.5 സെന്റ് ഉണ്ണിക്ക് പതിച്ചു തരാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. ഉണ്ണി ഇന്ന് തന്നെ ആ ഷെഡും പൊളിച്ച് സമരം വിജയിച്ച് ഇവിടുന്ന് പോയിക്കോ. അത് പറ്റൂല സാറേ, അതിനൊക്കെ നടക്കൂല. ഇവിടെ പഞ്ചായത്ത് പഠിക്കല് ഞാൻ താമസിച്ചില്ലേ, അതുകൊണ്ട് ഇവിടെ സെറ്റായി. സെറ്റാവേ? ഇവിടെ സുഹൃത്തുക്കള്, ഐഡന്റിറ്റി കാർഡ്, റേഷൻ കാർഡ് എല്ലാം ശരിയായി. ഇനി ഇവിടുന്ന് പോവാൻ പറ്റൂല. എന്താണ് ഇപ്പം പറയണത്? അവൻ പറഞ്ഞാലും അവനിപ്പോ കത്തൊക്കെ ഇവിടെ വന്നു തുടങ്ങി. അവന്റെ അഡ്രസ്സിൽ ഉണ്ണി പഞ്ചായത്ത് പഠിക്കലുണ്ട്. മോനെ അതെന്തറിയോ, ഇജ്ജ് പോയേ പറ്റൂ. കാരണം ഞങ്ങളെ ഭരണകാലം അവസാനിക്കാൻ പോവാണ്. 1-ാം തീയതി പോലും ഞങ്ങളില്ല. നിങ്ങൾ പോയാല് വേറെ ആള് വരില്ലേ? അത് ശരിയാവൂല. അതെങ്ങനെ ശരിയാവൂണ്ണിയെ? ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഞാൻ താമസിക്കുന്ന പഞ്ചായത്ത് പഠിക്കലുണ്ടല്ലോ, ഷെഡ് കെട്ടി നിൽക്കുന്ന സ്ഥലം, അത് നിങ്ങൾ എനിക്ക് പതിച്ചാ ചോദിക്കണം. എന്നാലേ പോവാൻ പറ്റുള്ളൂ. അതിനുള്ള വകുപ്പുണ്ടോ നമ്മളെ ജേസ്? നിങ്ങൾ എവിടുത്തെ പ്രസിഡന്റാണ്? കണ്ടോ, ചോദിക്കണോ? അതിനുള്ള വകുപ്പില്ല. അത് തരാൻ പറ്റൂല. പഞ്ചായത്തിന്റെ സ്ഥലല്ലേ, അത് പറ്റില്ല. അത് തരാൻ പറ്റൂല. പഞ്ചായത്ത് പ്രസിഡന്റ് നീതി പാലിക്കുക. ഇന്ന് ഈ സമരം മുന്നോട്ട് പഞ്ചായത്ത് പ്രസിഡന്റും നീതി പാലിക്കുക. എന്തായാലും ഉണ്ണി സമരം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത ഇലക്ഷൻ കഴിയുമ്പോ നിങ്ങൾ പ്രതിപക്ഷത്ത് വരുമല്ലോ. അങ്ങനെയാണല്ലോ. അപ്പൊ നിങ്ങൾ ഉണ്ണിയുടെ കൂടെ കൂടിയാൽ ഭരണപക്ഷത്തിനെതിരെ നിങ്ങൾക്ക് സമരം ചെയ്യാൻ ഒരു കാരണമാവൂലേ ഉണ്ണി? വെറുതെ തമാശ പറയില്ല. ഞാൻ കാര്യമായിട്ട് പറയാണ്. നിങ്ങളെ പഞ്ചായത്ത്, നിങ്ങളെ വാർഡിൽ പെടുന്ന ചെങ്ങായാണോ? ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് മെമ്പറിന്റെ കടമ. അത് ഞാൻ പറയാം സാറേ. എന്തെങ്കിലും ഇവിടെ 2 സെന്റ് സ്ഥലം കൊടുക്കാൻ വല്ല വകുപ്പ് ഉണ്ടോ ഈ പഞ്ചായത്ത്? എന്ത് വർത്താനാണ് മെമ്പർ? പഞ്ചായത്ത് മെമ്പർ അത്. അതെ, അല്ല നമുക്ക് അടുത്ത പ്രാവശ്യം കേറണ്ടേ, ഭരണത്തിൽ വരണ്ടേ? അതിന് പഞ്ചായത്തിന്റെ മുന്നിൽ സ്ഥലം ഓനെ എഴുതി കൊടുക്കല. നടക്കുന്ന കാര്യമാണത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? 4 ആളെ വിളിച്ചിട്ടായാലും ഷെഡ് പൊളിച്ചു മാറ്റിയിട്ട് മാനം നേടുകയാണ് നല്ലത് കേട്ടോ. നിങ്ങളെ ഇപ്പൊ ഇനി എന്താ കാലാവധി അവസാനിക്കാൻ മുൻപ് ഒരു സന്തോഷ വാർത്തയോടെ ഞാൻ പറയാനുണ്ട്. ഈ 2015 നമ്മൾ അനുവദിച്ച വാർഷിക ഫണ്ടിൽ ഇനിയും പലത് ചെലവാക്കാനുണ്ട്. അപ്പൊ അത് ഉണ്ട്. നമുക്കൊരു വേണമെങ്കിൽ ഒരു നമ്മുടെ കുടുംബങ്ങളെല്ലാം കൂടി വേണമെങ്കിൽ ഒരു ടൂറൊക്കെ പോയി കാണാം. അതെ. അപ്പൊ വണ്ടോത്തിരി നല്ല സമയത്താ വന്ന് ഞങ്ങൾ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സെക്രട്ടറി അപ്പുറത്തെ റൂമിലാ. അപ്പൊ നമുക്ക് ആദ്യം ഒരു സെക്രട്ടറിനെ കണ്ടിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. അപ്പൊ ജയസേ, നിങ്ങൾ നമ്മളെ കൂടെ പോരി. മീറ്റിംഗ് പിരിച്ചു കേട്ടോ. മീറ്റിംഗ് പിരിച്ചിട്ടില്ല.
പിന്നെ മിനിറ്റ്സ് ആരെഴുതും? മിനിറ്റ്സ് തൽക്കാലം പ്യാരി എഴുതിക്കൊണ്ട് അവിടെ കൊടുക്കിങ്ങള്. അത് ശരിയാവില്ല. ഒരു കാര്യം ചെയ്യാം, കാഞ്ഞനമാട എഴുതും. അതെ, അക്ഷരത്തെറ്റില്ലാണ്ട് എഴുതണ്ടേ? പ്യാരിനെ എടുത്ത് കൊടുക്ക്. പ്യാരി കാര്യങ്ങൾ കൊണ്ട് എന്നെ വിശ്വാസം ആവശ്യമില്ലാത്തൊന്നും എഴുതരുത്. മീറ്റിംഗിൽ അപ്പൊ ഞങ്ങൾ പോയിട്ട് അത് ഇത് ചെയ്തു വരുമ്പോ നിങ്ങൾ കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. മണ്ടോദരി, ഞാൻ ഇതിനകത്ത് ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നടക്കും. ധൈര്യമായിട്ട് ചെല്ല്. ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. എന്ത് ശക്തമായിട്ട് ഇടപെട്ടു? പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ശക്തമായിട്ടല്ലേ ഇടപെടുന്നത്. ഇങ്ങോട്ട് എഴുത്. ഞാൻ എല്ലാത്തിലും ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. അങ്ങോട്ട് എഴുത്. ഇല്ലാത്ത കാര്യം ഞാൻ എഴുതൂല. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ്, മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. മറിമായം.